ഉണ്ട് ഒരുപാട് പേരെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫക്രു ഒക്കെ ഉണ്ട്. പിന്നെ വേറെ യൂട്യൂബിലൊക്കെ ഒരു ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന ഒരു പയ്യുണ്ട്. എനിക്ക് എല്ലാവരും പേരൊന്നും അറിഞ്ഞൂടാ. ഞാൻ സിനിമയ്ക്ക് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നി. കാരണം സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു വീക്കായിട്ടാണ് എനിക്ക് തോന്നി. അവർക്ക് ഫസ്റ്റിൽ സിനിമയുടെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഇടിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണുവിൻ്റെ കുട്ടിക്കാലമൊക്കെ കാണിച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറി പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ആവും, അങ്ങനെയൊക്കെ കുറേ കാര്യം അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ലെന, ലാലു അലക്സ്, പിന്നെ സ്പെഷ്യൽ ചൈൽഡായിട്ടൊരു കുട്ടിയുണ്ട്, തൊമ്മി കുഞ്ഞെന്നാണ് സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര്. അത് തന്നെയാണ് ഒറിജിനൽ പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിക്ക് നല്ല നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സീൻസും ഡയലോഗും ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം സിനിമയായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബിലോ ആവറേജ് സാധനമേ തോന്നുള്ളൂ. പക്ഷേ സിനിമയിൽ ചില സംഭവങ്ങൾ കൊള്ളാം, ചില സാധനങ്ങളൊക്കെ കൊള്ളാം. ഇവർ സ്ക്രിപ്റ്റൊക്കെ കുറേ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിലെ ആക്ഷൻ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ പലരും തെറ്റിദ്ധരിപ്പിക്കും. കാരണം ഇടിയൻ ചന്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പം പലരും വിചാരിക്കും ഭയങ്കരമായിട്ട് ആക്ഷൻസ് ഉണ്ടെന്ന്. അങ്ങനെയൊന്നും ഇല്ല. ഇന്നലെ അവരൊരു ട്രെയിലർ ഇറക്കിയിരുന്നു. ആ ട്രെയിലർ കണ്ടിട്ട് വന്നാൽ നമുക്ക് സിനിമയുടെ സ്വഭാവം കുറേയൊക്കെ മനസ്സിലാവും. കാരണം ആക്ഷൻ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ കുറേ സാധനങ്ങളൊക്കെ യൂത്തിന് കുറേ കൂടി കണക്റ്റ് ആവും. സ്കൂളിൽ പഠിക്കുന്നതും +2 ഉള്ള അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഗൂസ് ബംപ് പഠിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പം ക്ലൈമാക്സ് ഒക്കെ അവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് മാസിന് വേണ്ടിയിട്ടൊക്കെ. ഇതിൽ സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, പീറ്റർ ഹെയ്നാണ് ആക്ഷൻ ഡയറക്ടർ. പീറ്റർ ഹെയ്ൻ ഈ ആക്ഷൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഈ സിനിമയെ ഒന്നും അപ്ലിഫ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് തോന്നണം. അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. ക്ലൈമാക്സിൽ പിന്നെ ഇവരൊരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലോജിക്കായിട്ട് നോക്കിയാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ തന്നെ പറയും പിള്ളേരെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അത് പറയാം. പക്ഷെ അങ്ങനെ ഇമ്പാക്റ്റോ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല. സിനിമയിൽ അവിടെ ഭാഗങ്ങൾ കൊള്ളാം. മൊത്തം സിനിമയായിട്ട് നോക്കി ഒരു ബിലോ ആവറേജ്. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്പെഷ്യൽ ചൈൽഡായിട്ട് തൊമ്മിക്കുഞ്ഞ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടച്ചിങ്ങുമാണ്. എന്തെന്ന് പറഞ്ഞാൽ ജോണി ആൻ്റണിൻ്റെ മകനായിട്ടാണ് ആ ക്യാരക്ടർ വരുന്നത്. അത് കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ പെർഫോമൻസ് കൊള്ളാം. ബിജു സോമാനത്തിനൊരു മാസ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമായിരുന്നു. ലാലു അലക്സ് പള്ളിയിൽ അച്ഛനായിട്ടാണ്, പ്രിൻസിപ്പളായിട്ട് ആ ഒരു കഥാപാത്രം. ചില ക്യാരക്ടേഴ്സ് കൊള്ളാം. ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം തന്നെ ഇടിയൻ ചന്തു ഒരു അണ്ടർ പെർഫോം ചെയ്യേണ്ട ക്യാരക്ടറാണ്. കാരണം കുറച്ച് ഉൾവലിയുന്ന ഒരു കഥാപാത്രമൊക്കെയാണ് അയാളുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് സംഭവങ്ങൾ കാരണം. പക്ഷെ അതുപോലും നമുക്ക് കാണുമ്പോഴേ വിഷ്ണു പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നില്ല. ഭയങ്കര ഒരു പെർഫോം. പിന്നെ വിഷ്ണുവിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ കുറച്ച് സിനിമകൾ, വെടിക്കെട്ട്, ദുരന്തം, അല്ലെങ്കിൽ 2, അങ്ങനത്തെ കുറേ ഡാഷ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഭേദമെന്നേ പറയാവൂ. പക്ഷേ ഇത് വിഷ്ണു പ്രൊഡ്യൂസറും കൂടെയാണ്. എന്നിട്ട് കുറേ കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ബിലോ ആവറേജ് പടമെന്നേ ഞാൻ പറയുള്ളൂ ഇടിയൻ ചന്തു. കാരണം ഈ ടൈറ്റിൽ ഭയങ്കര വിനയാണ് ഈ സിനിമയ്ക്ക്.